ഇന്നൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. ശേഷം അത് നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. പിന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സവാള എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും കൂടി ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം എന്നിവയെല്ലാം എടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയ ശേഷമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബീഫ് പൗഡർ കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബീഫ് വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കിട്ടിയപ്പോൾ കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വഴറ്റിയെടുക്കാനുള്ള സവാള കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കൂടി കീറിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് തക്കാളിയാണ് ആവശ്യം. തക്കാളിയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് പൊടി എന്നിവയെല്ലാം ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ നമ്മൾ പൊടിച്ചു വെച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബീഫിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആവശ്യമായത്ര തേങ്ങ ചിരണ്ടി എടുക്കണം കേട്ടോ. ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി പാനിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു ബ്രൗൺ കളറായ ശേഷം ഇത് നമുക്കൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തു കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുത്ത ശേഷം ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബീഫ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കളറൊക്കെ തന്നെ കാണുമ്പോൾ വായിൽ വെള്ളം വരികയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.